ഇന്നിപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ള കക്ഷി പറയാണ് മീഡിയ വൺ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണ് ബാർക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും കേൾക്കുന്നുണ്ട്, മറിച്ചും കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അതിനിടയിലും ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഒരു ഗ്രൂപ്പിന്റെ കോസ് ആണെങ്കിൽ ആ കോസിന് വേണ്ടി നിൽക്കാൻ പറ്റണം. രണ്ടോർ തന്നോട് പറഞ്ഞ് ശീലിക്കരുതെന്നുകൂടി എനിക്ക് അതിനകത്ത് ഉപദേശിക്കാനുണ്ട്. പിന്നെ യൂട്യൂബ് കൗണ്ടിൻ്റെ കാര്യം നേരത്തെ റാവ് സൂചിപ്പിച്ചു. നമ്മുടെ ആ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കറിയാലോ കൃത്യമായിട്ട് ഒരു നിശ്ചിത സമയത്ത് മിസൈൽ വിട്ട പോലെ നേരെ മേലോട്ട് പോകും, പിന്നെ തിരശ്ചീനമായ രേഖ വീണ്ടും താഴേക്ക്. അതായത് ബോട്ട് പ്രയോഗിക്കുന്നു, കുറേ കഴിഞ്ഞാൽ ബോട്ട് അപകടം ഉണ്ടാകുന്നു. ഇതെന്താണ് സംഭവിക്കുക? ഇങ്ങനെ ഇത് ഇനി വേറെ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന ചാനൽ മാത്രമല്ല, പുതുതായി തുടങ്ങിയൊരു ചാനലിൻ്റെ അവസ്ഥ. അതായത് അവർ ബാർക്ക് റേറ്റിങ്ങിൽ ഒരു സുപ്രഭാതത്തിൽ അവർ 5-ാം സ്ഥാനത്തോ 6-ാം സ്ഥാനത്തോ അല്ലേ വരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ തലേ ദിവസം വരെ ഇവരുടെ യൂട്യൂബിലുള്ളവരെ കൗണ്ട് 100-ൽ താഴെയായിരുന്നു, ലൈവ് കൗണ്ട്. പിന്നീട് അവരെ കൗണ്ട് 5000-ന് മുകളിലേക്ക് വരുന്നു. ഇപ്പോൾ അവരുടെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും തിരശ്ചീനമായ ഒരു രേഖയാണ്. ഇടയ്ക്ക് ബോട്ട് അപകടം, ഇടയ്ക്ക് മിസൈൽ എന്നുള്ളതാണ് അവരുടെ രീതി. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പം ബാർക്ക് റേറ്റിങ്ങിലായാലും യൂട്യൂബ് കൗണ്ടിലായാലും തട്ടിപ്പുകൾ നടത്താനുള്ള അവസരം ഈ നാട്ടിലുണ്ട്. അത് തട്ടിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവർ, റേറ്റിംഗ് കൂട്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും വിനിയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് യഥാർത്ഥ കണക്കിലാണ് നമുക്ക് വിശ്വാസം. ആ കണക്കിന് വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത്. അതിലേക്ക് വരുന്നത് വരെ നമ്മൾ ബാർക്കിന് പുറത്ത് തന്നെ തുടങ്ങി. പക്ഷേ ഈ പ്രശ്നമൊക്കെ ഉന്നയിക്കുന്ന ആൾക്കാർ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ഫ്രം ദ വെരി ബിഗിനിങ് മുതൽ ഇവിടെ വരെ ഞങ്ങൾ നീതിയുടെ പക്ഷത്ത് നിന്നിരുന്നോ? നമ്മൾ ഫെയർ ആയിട്ടാണോ മൂവ് ചെയ്തിട്ടുള്ളത്? നമ്മളൊരു തട്ടിപ്പും കാണിച്ചിട്ടില്ലേ? നമ്മളെന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യം സ്വയം ആലോചിക്കേണ്ടതാണ്. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ള കക്ഷി, അതായത് ചാനലിൻ്റെ പ്രസിഡൻറ്റോ അതിൻ്റെ ഉടമ, അദ്ദേഹം പറയാണ് മീഡിയ വൺ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണ് ബാർക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും കേൾക്കുന്നുണ്ട്, മറിച്ചും കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അതിനിടയിലും തൻ്റെ ആ ഈഗോ അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നത് കാണുക. ഒരു ടീം ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഒരു ഗ്രൂപ്പിൻ്റെ കോസ് ആണെങ്കിൽ ആ കോസിന് വേണ്ടി നിൽക്കാൻ പറ്റണം. അല്ലാതെ രണ്ടോർ തന്നോട് പറഞ്ഞ് ശീലിക്കരുതെന്നുകൂടി എനിക്ക് അതിനകത്ത് ഉപദേശിക്കാനുണ്ട്.